കേരളത്തിലെ സ്കൂൾ കായികമേളകളിൽ വിവിധ കായിക ഇനങ്ങളിൽ പ്രായത്തെ അടിസ്ഥാനമാക്കി മത്സര വിഭാഗം ക്രമീകരിച്ചത് അശാസ്ത്രീയമായിട്ടാണെന്ന് പരാതി. വുഷു, കരാട്ടെ തുടങ്ങിയ ഇനങ്ങളിൽ 10 വയസ്സ് മുതലുള്ള കുട്ടികൾ മത്സരിക്കേണ്ടത് 17 വയസ്സുകാരോടാണ്. ദേശീയ സ്കൂൾ കായികമേളയിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ ഇനങ്ങളിൽ പ്രത്യേക മത്സര വിഭാഗമുണ്ട്. എന്നാൽ കേരളത്തിൽ ഈ വിഭാഗം മത്സരങ്ങൾ നടത്താത്തതിനാൽ കഴിവുള്ള പല കുട്ടികളും ഉയർന്ന പ്രായക്കാരോട് മത്സരിച്ച് പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. 14 വയസ്സായ കൊച്ചുമക്കള് ഇത് 19 വയസ്സായ ആൾക്കാരോട് മത്സരിക്കുമ്പോൾ ഒരുപാട് ഇഞ്ചുറിയും കാര്യങ്ങളും വരാറുണ്ട്. 14 വയസ്സിന് നല്ല കഴിവുണ്ടായിട്ട് പോലും ഇത് ഏജ് മാറുമ്പം അവർക്ക് ഇഞ്ചുറിയും കാര്യങ്ങളും വന്ന അവസരം നഷ്ടപ്പെടുന്നതായിട്ട് ഇതുണ്ട്. അപ്പോൾ സ്കൂൾ ഗെയിംസ് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്ത് ഇത് മാറ്റണമെന്നാണ് നമ്മുടെ ഉഷു പ്ലേയേഴ്സിന്റെ ഒരു അഭ്യർത്ഥന. ഏകദേശം 5 വർഷം കൊണ്ട് 5 വർഷത്തെ ചാമ്പ്യൻഷിപ്പിലും ഒരേ കാറ്റഗറിയിലാണ് നിലവിൽ ഉഷുവിന്റെ സ്ഥാനം. നമുക്ക് 3 ഡിവിഷനുണ്ട്: സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ. കഴിഞ്ഞ വർഷം നമ്മൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന സമയത്ത്, സ്കൂൾ ഗെയിംസ് നടക്കുന്ന സമയത്ത് ഏകദേശം 2 മണിക്കൂറോളം ഈ ഒരൊറ്റ ബുദ്ധിമുട്ട് കൊണ്ട് മത്സരം നിർത്തിവെക്കേണ്ട സ്ഥിതി വന്നു. ഇനി വരുന്ന വർഷങ്ങളിലെങ്കിലും ഈ കുട്ടികൾക്ക് കൂടെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടെ അവസരങ്ങൾ കിട്ടി, 8ഉം 9ഉം 10ലും പഠിക്കുന്ന കുട്ടികൾക്ക് കൂടെ അവസരം കിട്ടിയാൽ നന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി +2ലുള്ള കുട്ടിയോടൊപ്പം മത്സരിക്കേണ്ട ഒരു ഗതികേടിൽ വരും. സ്വാന്തന സജു ചേരുന്നു നമുക്കൊപ്പം. സ്വാന്തന സജു, പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ ക്രമപ്പെടുത്തുന്നത് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശാരീരിക ക്ഷമതയാണ്. 8ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാണ് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ശാരീരിക ക്ഷമതയോട് മത്സരിക്കാൻ കഴിയുക? അതുപോലും നോക്കാതെയാണോ ഈ ക്രമീകരണമൊക്കെ വരുത്തിയത്? അസുജ, നമ്മുടെ സ്കൂൾ കായികമേളയിലുള്ള പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഈ വുഷു എന്ന് പറയുന്നത്. പക്ഷേ ഈ വർഷങ്ങളിലൊക്കെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ മത്സരം നടന്നപ്പോഴൊക്കെ തന്നെയും ഈ മത്സരത്തിന് മാത്രം ഒറ്റ വിഭാഗമേ ഉണ്ടായിരുന്നു. അണ്ടർ 17 എന്ന് പറയുന്ന ഒറ്റ വിഭാഗം മാത്രമേ ഈ മത്സരത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഈ പരിശീലകരുടെയും അതുപോലെ തന്നെ ഈ മത്സരിക്കാൻ എത്തുന്ന കുട്ടികളുടെയും ഒക്കെ തന്നെയും പ്രധാനപ്പെട്ട പരാതി. അപ്പോൾ 10 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികളും മത്സരിക്കേണ്ടി വരുന്നത് ഈ 17 വയസ്സുകാരായ കുട്ടികളോടാണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. സുജ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് 10 വയസ്സുള്ള 40 കിലോ ഉള്ള ഒരു കുട്ടി 17 വയസ്സ് 40 കിലോ ഉള്ള ഒരു കുട്ടിയോട് മത്സരിക്കുമ്പോൾ അവരുടെ ബോൺ ഡെൻസിറ്റിയും അവരുടെ ആരോഗ്യവും ഒന്നും ഈ 17 വയസ്സുകാരനോട് എത്തില്ല. അപ്പോൾ കഴിവുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ പോലും ഈ 17കാരനോട് മത്സരിക്കുമ്പോൾ അവർ തോറ്റുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ സ്കൂൾ കായികമേള എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെയും നിരവധി കുട്ടികൾ ഈ വുഷുവിനിടയ്ക്ക് പരിക്ക് പറ്റി മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരികയും 2 മണിക്കൂറോളം മത്സരം നിർത്തിവെക്കാൻ, മന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട് 2 മണിക്കൂറോളം ഈ മത്സരം ഇങ്ങനെ നിർത്തിവെക്കേണ്ട അടക്കം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയെങ്കിലും മറ്റൊരു കാറ്റഗറി, അണ്ടർ 14 കാറ്റഗറി കൂടി കൊണ്ടുവരുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണയും ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടതോടെയാണ് വീണ്ടും ഇവർ പരാതിയുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും അടുത്ത വർഷത്തെ സ്കൂൾ കായികമേളയിൽ ഇത്തവണ ഇനി പരിഗണിക്കാൻ പറ്റുമോ എന്നറിയില്ല എന്നുള്ളതാണ് മന്ത്രി അടക്കം അവരോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു കാറ്റഗറി കൂടി ഉൾപ്പെടുത്തിയാൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മത്സരിക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ക്ഷമത അവർക്ക് ഈ ഒരു മത്സരത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ് സുജ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.